നാട്ടിലെ ഹ്യൂമിഡിറ്റിയിൽ മുടി ഇപ്പൊ എന്ത് സ്റ്റൈൽ ചെയ്താലും ലാസ്റ്റ് വെളിയിൽ ഇറങ്ങുമ്പോൾ രണ്ട് കാറ്റ് കൊള്ളുമ്പോൾ ഇതാണ് അവസ്ഥ. സാധാരണ ഞാൻ ഹെയറിന്റെ കാര്യത്തിൽ ഒരു എഫേർട്ടും എടുക്കാത്ത ഒരാളാണ്. പക്ഷെ കുറച്ച് നാളുകളായിട്ട് ഹെയറിന് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നന്നായി നോക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോഴും ഇത്തവണ നാട്ടിൽ വന്നപ്പോഴും സൂര്യപ്രകാശം ഏറ്റിട്ട് മുടി ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ഹെയറിൽ ഒരു സിറം തേക്കുമായിരുന്നു. നമ്മുടെ ഹെയർ സ്ട്രൈറ്റ്നറിന്റെ ചൂടടിച്ചിട്ട് മാത്രമല്ല നല്ല ചൂടത്ത് വെളിയിൽ നിന്നാൽ പോലും ഡാമേജ് ആകുന്നു. അതുകൊണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ മാത്രമല്ല ജസ്റ്റ് വെളിയിൽ പോവുകയാണെങ്കിൽ പോലും ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സിറം തേക്കണമെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് പഠിച്ചത്. ഇപ്പൊ എന്റെ ഹെയർ ഭയങ്കര സ്റ്റൈലോ അടിപൊളിയൊന്നുമല്ല, പക്ഷേ സൂൺ ടു ബി നല്ല അടിപൊളി ഹെയർ ആക്കി എടുക്കാനുള്ള ജേർണിയിലാണ് ഞാൻ. അതൊക്കെ പോട്ടെ, ഞാൻ ഈ നൈറ്റിയൊക്കെ ഇട്ട് എവിടെയാ പോകുന്നതെന്ന് അറിയണ്ടേ. നാട്ടിൽ വന്നിട്ട് അങ്ങനെ വെളിയിൽ പോകാനോ എന്തെങ്കിലും ആവശ്യത്തിനുള്ള പർച്ചേസ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു അവസ്ഥയായിരുന്നില്ല നമ്മുടെ. ഏതായാലും ഇപ്പൊ കുറച്ച് ഫ്രീ ആയപ്പോൾ ഞാനും എന്റെ അനിയത്തിയും കൂടി ഒന്ന് വെളിയിൽ ഇറങ്ങാണ്, ജിലുവിനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട്. ആദ്യം നമുക്ക് വണ്ടിയിൽ കുറച്ച് എണ്ണ അടിക്കണം. കൊല്ലത്തൊരു പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവിടുന്ന് കൈ നിറയെ ക്യാൻഡിയും ഒരു വാട്ടർ ബോട്ടിലും കിട്ടി. അടിപൊളി കസ്റ്റമർ സർവീസ് അല്ലേ. ഇനിയിപ്പോ എല്ലാ പെട്രോൾ പമ്പിലും ഇങ്ങനെയാണോ അതോ കൊല്ലത്ത് ഈ ഒരു പെട്രോൾ പമ്പിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിക്കുന്നത് ഇവിടെ വന്നിട്ട് കേട്ടോ. ഏതായാലും ക്യാൻഡിയൊക്കെ എൻജോയ് ചെയ്തിരുന്നപ്പോഴത്തേന് എന്റെ അനിയത്തി ഒന്ന് ബാങ്കിൽ പോയിട്ട് വേഗം വന്നു. ഇന്ന് മെയ് 1 തൊഴിലാളി ദിനമാണെന്നുള്ളതും ബാങ്ക് അവധിയാണെന്നുള്ള കാര്യം തൊഴിലിൽ നിന്ന് തൽക്കാലത്തിന് വെക്കേഷൻ എടുത്തിരിക്കുന്ന ഞാനും അവളും മറന്നുപോയി കേട്ടോ. ഇന്നിപ്പോ വീട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചിറങ്ങിയത് എനിക്ക് കുറച്ച് മെറ്റേണിറ്റി വെയർസ് വേണം. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ 1000-1500 രൂപ വരും ഒരു പീസിന് തന്നെ. അതുകൂടാതെ അത് ഡെലിവറി ചെയ്യാനും അത്യാവശ്യം സമയം എടുക്കും. അതിനുള്ളിൽ എനിക്ക് പോകുകയും വേണം. അപ്പൊ ഞാനൊരു തയ്യൽക്കാരിനെയും കണ്ടുപിടിച്ചു. ഞാൻ കുറച്ച് ഫാബ്രിക്സ് എടുത്ത് എന്റേതായ മോഡൽ കൊണ്ട് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ കരുതി. അങ്ങനെ വരുമ്പോൾ എന്റെ കോസ്റ്റ് ഏകദേശം ഒരു $650 രൂപയിൽ നിൽക്കും. അങ്ങനെയാണെങ്കിൽ അത് വൺ ലാഭമാണല്ലോ. ഏതായാലും അതിന്റേതായ പുറപ്പാടിലാണ്. എങ്ങനെയാ വരുന്നത് ഞാൻ അടുത്ത വീഡിയോസിൽ കാണിച്ചു തരാം. എന്റെ ഫസ്റ്റ് പ്രസവത്തില് ഞാൻ ഇതേപോലെ മെറ്റേണിറ്റി വെയറിനെ കുറിച്ചോ വീട്ടിൽ എന്തിടുന്നോ വെളിയിൽ പോകുമ്പോൾ എന്തിടുന്നോ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇടുന്ന ഉടുപ്പുകളെല്ലാം ടൈറ്റായി തുടങ്ങുമ്പോഴാണ് വേറൊരെണ്ണം വേണമെന്ന് തോന്നുക. പൈസ സ്പെൻഡ് ചെയ്യാനിട്ട് അപ്പം മടിയും വരും. അങ്ങനെ തുണിയില്ലാതിരുന്ന് കരഞ്ഞ സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രസവത്തിൽ അതിനൊന്നും ഞാൻ ചാൻസ് കൊടുക്കാൻ നിൽക്കില്ല. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു പ്രസവം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിലും അടിപൊളിയാക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഇപ്പം നടക്കുന്ന കോഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ. അമ്മയ്ക്ക് പള്ളിയിൽ എടുക്കാൻ 2 ലൈറ്റ് കളർ സാരീസും എടുത്തിട്ട് നേരെ വീട്ടിലേക്ക്. ഉച്ചയായതുകൊണ്ട് നല്ല മട്ടൻ ബിരിയാണി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഏതായാലും ഒരു കടയിൽ പോയി അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള മനസ്സ് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആ വെയിറ്റ് ടൈം കാറിലാക്കിയിട്ടുണ്ട്. വീടെത്തുമ്പോഴത്തേന് ഫുഡ് വരും, നല്ല ചൂടോടെ നമുക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം. അത് എനിക്കും എന്റെ കെട്ടിയവനും പൊതുവെ ഒന്നിച്ചുള്ള ഒരു ചിന്താഗതിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഫുഡ് മേടിച്ചിട്ട് വന്ന് വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നതിലാണ് പൊതുവെ താല്പര്യം. ഏതായാലും പോകുന്ന വഴിക്ക് നമ്മളൊരു ബന്ധുവിന്റെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കൈ നിറയെ ചെടിച്ചട്ടികളും തന്നു വിട്ടിട്ടുണ്ട്. ഒന്നുമില്ല, അമ്മച്ചിക്ക് കുറച്ച് ചെടിപ്രാന്ത് കൂടട്ടെ, കുറച്ച് എന്റർടൈൻമെന്റ് ആകട്ടെ എന്ന രീതിയിലാണ് ഇത്രയും ചെടികൾ തന്നു വിട്ടത്. എന്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇനി ഉണ്ടാവില്ല. കാരണം എന്റെ കംഫോർട്ട് സ്പേസ് ആയ കാനഡയിലെ എന്റെ വീട്ടിലല്ല ഞാൻ. ഇപ്പൊ ഞാൻ നാട്ടിലാണ്. അപ്പം ഫുൾ കൺട്രോളോടുകൂടി എന്റെ വീട്ടിൽ ഞാൻ എത്തിയാലേ എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് കോണ്ടന്റ്സ് ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും അത് മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ബൈ ബൈ.